നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡീറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മാറാടിയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. ശനിയാഴ്ച ഉണ്ടായ അപകടത്തിൽ തലയോലപ്പറമ്പ് സ്വദേശി സുമിത് എം ഡേവിഡാണ് മരിച്ചത്. കടാതി അമ്പലമ്പടിയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12ഓടെയാണ് അപകടം നടന്നത്. മാറാടിയിൽ ജനവാസ കേന്ദ്രത്തിലെ കള്ളുഷാപ്പ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചു. ജനകീയ സമരം കേരള മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. മഴക്കാലം ശക്തി പ്രാപിച്ചതോടെ മീങ്കുന്നം വെള്ളച്ചാട്ടം കാഴ്ചക്കാർക്ക് കൗതുകമാകുന്നു. മീങ്കുന്നം സെന്റ് ജോസഫ് കത്തോലിക്ക പള്ളിക്ക് സമീപത്തുകൂടി ഒഴുകുന്ന വെള്ളച്ചാട്ടമാണ് കാഴ്ചയുടെ ജലവസന്തം തീർക്കുന്നത്. പായിപ്പട പഞ്ചായത്തിലെ അമ്പലമ്പടി വീട്ടൂർ റോഡിൽ രൂപപ്പെട്ട ഭീമൻ കുഴി യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്നു. വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് കുഴിയിലേക്ക് പതിക്കുന്നത് പതിവ് കാഴ്ച. വാർത്തകൾ വിശദമായി. മാറാടിയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12ഓടെ ഉണ്ടായ അപകടത്തിൽ തലയോലപ്പറമ്പ് സ്വദേശി സുമിത് എം ഡേവിഡാണ് മരിച്ചത്. മാറാടി മഞ്ചേരിപ്പടിയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മൂവാറ്റുപുഴയിൽ നിന്ന് പിടവം ഭാഗത്തേക്ക് പോവുകയായിരുന്ന തമിഴ്നാട് സ്വദേശികളുടെ ലോറിയും പിടവത്ത് നിന്ന് മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12ഓടെ ഉണ്ടായ അപകടത്തിൽ തലയോലപ്പറമ്പ് വടയാർ മാലിത്തറ സുമിത് എം ഡേവിഡാണ് മരിച്ചത്. ബൈക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് ലോറിയുടെ അടിയിലേക്ക് തെന്നിമാറിയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സുമിത് തൽക്ഷണം മരണപ്പെടുകയായിരുന്നു. മൂവാറ്റുപുഴ പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. സുമിത്തിന്റെ മൃതദേഹം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മൂവാറ്റുപുഴ കോലഞ്ചേരി റോഡിൽ കടാതി അമ്പലമ്പടിയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12ഓടെ ഉണ്ടായ അപകടത്തിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കടാതി അമ്പലമ്പടിയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. മൂവാറ്റുപുഴ കോലഞ്ചേരി റോഡിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12ഓടെയുണ്ടായ അപകടത്തിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തൊടുപുഴ ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് ശീതളപാനീയങ്ങളുമായി പോവുകയായിരുന്ന പിക്കപ്പ് വാനും കോലഞ്ചേരിയിൽ നിന്നും മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന മിനി ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ സമീപത്തെ കടയുടെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഒമിനി വാനിലും ഇടിച്ച ശേഷം റോഡിലേക്ക് മറിയുകയുമായിരുന്നു. അപകടത്തെ തുടർന്ന് മൂവാറ്റുപുഴ കോലഞ്ചേരി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മൂവാറ്റുപുഴ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്ന് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ച് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട്. മൂവാറ്റുപുഴ നഗരസഭ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് മൂവാറ്റുപുഴ താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടത്തിയ സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം സഹകരണ മേഖലയിലെ ജീവനക്കാരോടുള്ള ഒരു അവഗണന തന്നെയായിരുന്നു ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ആദ്യം കേന്ദ്ര സർക്കാർ DA ജീവനക്കാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ നടപ്പിലാക്കിയ ഒരു സർക്കാർ ഉണ്ടായിരുന്നു.
ആരുടേതായിരുന്നു ആ സർക്കാർ എന്നറിയാമോ? ഏറെ പ്രിയങ്കരനായിട്ടുള്ള, കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ച ആർദ്രതയുടെ മുഖമായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുത്തിരുന്ന സർക്കാരാണ് ആർജവത്വത്തോടുകൂടി പിറ്റേ ദിവസം ഇവിടെ നടപ്പിലാക്കിയത്. അതേ സർക്കാരിൻ്റെ പിന്തുടർച്ചയാണ് ഇന്ന് നമ്മുടെ മുൻപിലുള്ളത്. ഏറെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന ഈ ഒരു സർക്കാരാണ് നമ്മുടെ മുൻപിലുള്ളത് എന്ന് ഓർക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കാം, ഇനി വരുന്ന 5 വർഷക്കാലവും നമുക്ക് സുവർണ ദിനങ്ങളാണ് എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ട് ഈ 10 എന്നതുപോലെ ഒരുമിച്ച് നിന്ന് ഒന്നിൻ്റെ ചിന്താഗതിയോടുകൂടി മറ്റുള്ളവരെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. താലൂക്ക് പ്രസിഡന്റ് സിബി പി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എബ്രഹാം തൃക്കളത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട KCEF അംഗങ്ങളെയും വിരമിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ, KCEF താലൂക്ക് കമ്മിറ്റി ട്രഷറർ അനൂപ് PA, താലൂക്ക് സെക്രട്ടറി ജയകൃഷ്ണൻ PL, ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ജിജോ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ സമാപനവും ബമ്പർ നറുക്കെടുപ്പും നടത്തി. നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം തൊടുപുഴ MLA-യും ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് നിർവഹിച്ചു. മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ 70ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ സമാപനവും ബമ്പർ നറുക്കെടുപ്പും നടത്തി. മൂവാറ്റുപുഴ വ്യാപാര ഭവൻ ഹാളിൽ നടത്തിയ നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം തൊടുപുഴ MLA-യും ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് നിർവഹിച്ചു. നിങ്ങളുടെ ഈ മർച്ചന്റ് അസോസിയേഷന്റെ 70 വർഷം പാരമ്പര്യമുള്ള 1956 രൂപീകൃതമായ, അത് കേരളപ്പിറവിയോടൊപ്പം തന്നെ രൂപീകൃതമായ ഈ മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ തീർച്ചയായിട്ടും വളരെയേറെ പാരമ്പര്യം ഉള്ളതും ആ പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതും, ഞാനിവിടെ അറിയാൻ സാധിച്ചത്, തിരഞ്ഞെടുപ്പില്ലാതെ സമവായത്തിലൂടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന എല്ലാവരും ഐക്യത്തോടുകൂടിയും ഒരു ബന്ധത്തിലൂടെയും സഹോദര്യത്തോടുകൂടിയും സൗഹൃദത്തിലൂടെയും പോകുന്ന ഒരു അസോസിയേഷനാണെന്ന് കേട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. നറുക്കെടുപ്പിൽ മുജീബ് MKയുടെ മറ്റത്തിൽ ഫുട്വെയറിൽ നിന്ന് വാങ്ങിയ വാഴക്കുളം സ്വദേശി ഷൈനി ബാബുവിന് അസോസിയേഷൻ നൽകുന്ന 1ാം സമ്മാനം നിസാൻ കാർ ലഭിച്ചു. 2ാം സമ്മാനം പ്രദീപ് വിക്കും ലഭിച്ചു. മറ്റത്തിൽ ഫുട്വെയറിൽ പ്രചരിക്കുന്നത്. ഷൈനിയാണോ? ഷൈനി, ഞാൻ തൊടുപുഴ MLA അബു ജോൺ ജോസഫാണ്. ഞാനിവിടെ മൂവാറ്റുപുഴയിൽ മർച്ചന്റ് അസോസിയേഷൻ്റെ ഒരു മീറ്റിങ്ങിൽ ഒരു നറുക്കെടുപ്പിൽ വന്നതാണ്. അപ്പോൾ ഷൈനി നമ്മുടെ ആ കടയുടെ മറ്റത്തിൽ ഫുട്വെയർ എന്നൊരു സാധനം മേടിച്ചെടുത്തോ. അപ്പോൾ 8379 ഒരു കൂപ്പൺ കയ്യിലുണ്ടോ? അപ്പോൾ ഷൈനിക്ക് ഒരു കാർ അടിച്ചിട്ടുണ്ട്. അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഗോപകുമാർ കലൂർ, ട്രഷറർ KM ഷംസുദ്ദീൻ, വൈസ് പ്രസിഡന്റ് PM അബ്ദുൾ സലാം, സെക്രട്ടറി ബോബി നെല്ലിക്കൽ, ഗ്രൈൻസ് പ്രസിഡന്റ് റാഫി, യൂത്ത് വിംഗ് പ്രസിഡന്റ് ആരിഫ് PA, വനിതാ വിംഗ് പ്രസിഡന്റ് വത്സ ജോസ് എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടനം ചെയ്ത അബു ജോൺ ജോസഫ് ചടങ്ങിൽ ഗാനമാലപിച്ചു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മാറാടിൽ ജനവാസ കേന്ദ്രത്തിലെ കള്ളുഷാപ്പ് പൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചു. കേരള മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ ജനകീയ സമരം ഉദ്ഘാടനം ചെയ്തു. മാറാടി പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നതിന് എതിരെ പ്രതിഷേധം ശക്തമാക്കി പ്രദേശവാസികൾ. മാറാടി പഞ്ചായത്തിലെ 5ാം വാർഡിലെ സിയോൺ നഗറിൽ പുതുതായി തുറക്കുന്ന കള്ളുഷാപ്പിനെതിരെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സമരം നടത്തുന്നത്.
ജനകീയ സമരം കേരള മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത പ്രതിഷേധ യോഗത്തിൽ ഷാപ്പ് പ്രവർത്തനം അവസാനിക്കും വരെ സമരം തുടരാൻ തീരുമാനിച്ചു. സമരപ്പന്തലിൽ മലർവാടി ബാലസഭയിലെ കുട്ടികൾ പ്രതിഷേധം നടത്തി. ജനകീയ പ്രതിരോധ സമിതി മേഖലാ കൺവീനർ പി എബ്രഹാം, മാറാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജു കുന്നപ്പള്ളി, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു, കോൺഗ്രസ് മാറാടി മണ്ഡലം പ്രസിഡന്റ് പി ജോളി, വാർഡ് മെമ്പർമാരായ തേജസ് ജോൺ, രതീഷ് ചങ്ങാലിമറ്റം, ജിഷ പുള്ളൂർക്കുടി എന്നിവർ പ്രസംഗിച്ചു. മൂവാറ്റുപുഴ നഗരസഭയും സർക്കാർ ഹോമിയോ ആശുപത്രി മൂവാറ്റുപുഴയും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുര്യൻമലയിൽ നടത്തിയ ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭയും സർക്കാർ ഹോമിയോ ആശുപത്രിയും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുര്യൻമല അംഗൻവാടിയിൽ നടത്തിയ ക്യാമ്പ് മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഒരു ചാറ്റൽ മഴ അടിച്ചാൽ ഒന്ന് കാറ്റ് കൊണ്ടാലൊക്കെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നത് അവരുടെ പ്രതിരോധശേഷി കുറയുന്നു എന്നുള്ളതിന്റെ ഒരു ശക്തമായ തെളിവാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഹോമിയോ ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചതിൽ ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ച് ഞാൻ സൂപ്രണ്ട് ഡോക്ടർ മിനി അതിന് അഭിനന്ദിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പം ഈ ഒരു ക്യാമ്പിൽ ഞാൻ പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും, ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ഹോമിയോ ആയിരിക്കും. പിള്ളേർക്ക് ഇഷ്ടം അതാണ് അല്ലെ, കുഞ്ഞി പേപ്പറിൽ പൊതിഞ്ഞിട്ടുള്ള പൊടിയും പിന്നെ കുപ്പിക്കകത്ത് മുട്ടായി എന്ന് പറയാം, വെള്ള ടാബ്ലറ്റും ഒക്കെ ആയിരുന്നു ഏറ്റവും ഇഷ്ടം. മുട്ടായി തന്നെ നമ്മൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയാണ് പറയാം, ഹോമിയോ മുട്ടായി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരു മധുരമുള്ള ഒരു ചികിത്സയാണ് ഹോമിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചികിത്സയ്ക്ക് കൂടുതൽ നമ്മൾ അതിലേക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. വാർഡ് കൗൺസിലർ ഷേർലി പൗലോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ പി രജിത മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ആശ കെ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഫസ്റ്റ് പോയിന്റ് നമുക്ക് ഡെങ്കിപ്പനി അത് ഫ്രഷ് വാട്ടറിലാണ്, വീട്ടിൽ കിടക്കുന്ന ഫ്രഷ് വാട്ടറാണ്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു വെച്ചാൽ നമുക്ക് എന്താണ് തമ്മിൽ പകരൂല. അതായത് നമ്മളിപ്പോൾ കൊതുക് കടിച്ചോ ഒരാളെ കടിച്ചു അയാളിൽ നിന്ന് അടുത്ത ആൾക്ക് പകരില്ല. അപ്പൊ എന്നെ കടിച്ചാൽ എനിക്ക് വരും, അടുത്ത ആളെ കടിച്ചു ആ കൊതുകിൽ അതിന്റെ ആ ഒരു അണുക്കളുണ്ടല്ലോ, ആ കൊതുക് പോയി അടുത്ത ആളെ കടിച്ചാലാണ് അടുത്ത ആൾക്ക് വരിക. അത് എനിക്ക് വന്നു എനിക്ക് ചിക്കൻ ബോക്സ് ഒക്കെ പകരുന്നത് എനിക്ക് വന്നൊന്നും അടുത്ത ആൾക്കാർ അങ്ങനെ പകരില്ല. കൊതുക് കടിച്ചാൽ മാത്രമേ വരുള്ളൂ, അത് ആ അണുക്കളുള്ള കൊതുക് കടിച്ചാൽ മാത്രമേ വരുള്ളൂ. അതിനാണ് രണ്ടാമത്തെ പോയിന്റ്. പിന്നെ ഉള്ളത് ചിക്കൻ ഗുനിയ, മലേറിയ, ഇതൊക്കെ കൊതുകുകൾ കാരണം വരുന്നത്. കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വരുന്നതാണ് മലേറിയ എന്നൊക്കെ പറയുന്നത്. ഇതാണ് ആദ്യത്തെ കൊതുക് ജന്യ രോഗങ്ങൾ. സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഡെൽന സീതാലയം പ്രോജക്ടിനെ കുറിച്ച് വിശദീകരണം നൽകി. ക്യാമ്പിൽ മെഡിക്കൽ പരിശോധന, ചികിത്സാ സേവനങ്ങൾ, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്, സൈക്കോളജിസ്റ്റിന്റെ സേവനം എന്നിവ ലഭ്യമാക്കി. സർക്കാർ ഹോമിയോ ആശുപത്രി CMO ഡോക്ടർ മിനി, കൌൺസിലർമാരായ രജനി, അമ്പിളി ബിജു തുടങ്ങിയവർ പ്രസംഗിച്ചു. ആശാവർക്കർമാർ, അങ്കണവാടി പ്രവർത്തകർ, പ്രദേശവാസികൾ എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു. ജയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. മഴക്കാലം ശക്തി പ്രാപിച്ചതോടെ മീങ്കുന്നം വെള്ളച്ചാട്ടം കാഴ്ചക്കാർക്ക് കൗതുകമാകുന്നു. മീങ്കുന്നം സെന്റ് ജോസഫ് കത്തോലിക്ക പള്ളിക്ക് സമീപത്തുകൂടി ഒഴുകുന്ന വെള്ളച്ചാട്ടമാണ് കാഴ്ചയുടെ ജലവസന്തം തീർക്കുന്നത്. MC റോഡരികിൽ മീങ്കുന്നം സെന്റ് ജോസഫ് കത്തോലിക്ക പള്ളിക്ക് സമീപത്തുകൂടി ഒഴുകുന്ന വെള്ളച്ചാട്ടം തദ്ദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും വീണ്ടും ഹരമാകുന്നു. മീങ്കുന്നം സെന്റ് ജോസഫ് കത്തോലിക്ക പള്ളിക്ക് സമീപത്ത് കാണാമറയത്തൊഴുകിയിരുന്ന വെള്ളച്ചാട്ടം മറനീക്കി പുറത്തു വന്നിട്ട് 1 വർഷം കഴിയുന്നതേയുള്ളൂ. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ വെള്ളച്ചാട്ടം മനോഹര കാഴ്ചയായി മാറിയിരിക്കുകയാണ്. പള്ളിയുടെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന വലിയ പിയാത്ത പ്രതിമയുടെ പിന്നിലായി സോപ്പ് പത പോലെ പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടത്തിന്റെ ചിത്രങ്ങൾ എടുക്കാൻ ഇതുവഴി പോകുന്ന നിരവധി യാത്രക്കാരാണ് എത്തുന്നത്. മൂവാറ്റുപുഴയിൽ നിന്നും 11 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടെ എത്തിച്ചേരാം. ഇപ്പോൾ മഴക്കാലമായതിനാലാണ് മീങ്കുന്നം വെള്ളച്ചാട്ടം ഏറെ ഹൃദ്യമാകുന്നത്. മീങ്കുന്നം വെള്ളച്ചാട്ടം ശ്രദ്ധ ആകർഷിച്ചതോടെ ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ളവർ പോലും എത്തുന്നുണ്ട്. പള്ളിയോടനുബന്ധമായി കിടക്കുന്ന പ്രദേശം ജില്ലയിൽ ഏറെ ശ്രദ്ധ ആകർഷിക്കുന്ന മേഖലയായി ഇതോടെ മാറിയിരിക്കുകയാണ്. വെള്ളച്ചാട്ടം വീണ്ടും വാർത്തകളിലും റീലുകളിലും സജീവമായതോടെ അന്വേഷിച്ചും കേട്ടറിഞ്ഞുമൊക്കെ നിരവധി പേരാണ് ദിനം പ്രതി ഇവിടേക്ക് എത്തുന്നത്. MCS Hospital, we take care of your health.
പായിപ്പട പഞ്ചായത്തിലെ അമ്പലമ്പടി വീട്ടൂർ റോഡിൽ രൂപപ്പെട്ട ഭീമൻകുഴി യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്നു. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രധാന റോഡിലെ കുഴിയിൽ ഇതിനോടകം ഒട്ടേറെ അപകടങ്ങളാണ് നടന്നത്. എറണാകുളം, കാക്കനാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് ജോലിക്കായി പോകുന്നവരും ഒട്ടേറെ വിദ്യാർത്ഥികളും ആശ്രയിക്കുന്ന റോഡിൽ ആദ്യം രൂപപ്പെട്ട കുഴി അധികൃതരുടെ അനാസ്ഥ മൂലം വലിയ കുഴിയായി മാറി. വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് പതിക്കുന്നത് ഇവിടെ പതിവ് കാഴ്ചയായി. അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ലോക ജനസംഖ്യാ ദിനാചരണത്തോടനുബന്ധിച്ച് പ്രസവങ്ങൾ തമ്മിൽ മതിയായ ഇടവേള അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനും ക്ഷേമത്തിനും എന്ന പ്രമേയത്തിൽ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ജനറൽ ആശുപത്രി കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ സിനി ഐസക് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുടുംബാസൂത്രണത്തിന്റെ പ്രാധാന്യം, പ്രസവങ്ങൾ തമ്മിൽ മതിയായ ഇടവേള പാലിക്കേണ്ടതിന്റെ ആവശ്യകത, മാതൃശിശു ആരോഗ്യ സംരക്ഷണം എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണം നൽകി. ആയവന കാലാമ്പൂർ മുറിത്തോട്ടത്തിൽ പരേതനായ എം കെ ഗോപിയുടെ ഭാര്യ ജാനകി 73 നിര്യാതയായി. സംസ്കാരം ശനിയാഴ്ച 3 വീട്ടുവളപ്പിൽ നടത്തി. മക്കൾ റിജി, അനിൽ, സുനിൽ, സനിൽ. മരുമക്കൾ ശാന്ത, ശ്രീജ, ബീന, അനു. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.